Happy birthday to you. July അതുസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളത് കേക്ക് കട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് 1/21 ഞങ്ങളുടെ ട്രെയിൻ ടൈം. ഞങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ട്രിപ്പ് പ്ലാനായിരുന്നു ഇത്. എങ്ങനെയെങ്കിലൊക്കെ ഒരു പ്ലാൻ തയ്യാറാക്കി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മുടക്ക് വരും. അവസാനം ഞങ്ങൾക്ക് തന്നെ ഭ്രാന്തായി. കുറേ പ്ലാൻ ചെയ്ത് മടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ രണ്ടും കൽപ്പിച്ച് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ക്യാബ് വന്നു. ഞങ്ങൾ ക്യാബിൽ പോവുകയാണ്. ആ ടൈമിൽ എൻ്റെ മനസ്സിൽ ആദ്യമാണ്. പിന്നെ അവിടെ എത്തുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇത്രയും നാളും പ്ലാൻ ചെയ്ത് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ട്രെയിൻ വന്ന് ഞങ്ങൾ കയറി. പക്ഷേ ഇത്രയും ടൈമായിട്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എപ്പോഴും ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നെയ്യാറ്റിൻകര എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ട്രെയിനിൽ. അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമെത്തി. നല്ല കുറേ മലകളൊക്കെയുള്ള, എനിക്ക് തോന്നുന്നത് കേരള തമിഴ്നാട് ബോർഡറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിൻ അവിടെ തന്നെ കുറേ നേരം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അന്ന ഇങ്ങോട്ട് നോക്കിക്കേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ നീങ്ങി തുടങ്ങി. നമ്മൾ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടു. മലകളൊക്കെ ഉണ്ടായിട്ട് ഫോണിൽ കാണുന്ന പോലെയൊന്നുമല്ല, നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. കുറേ സ്ഥലങ്ങളിങ്ങനെ ഭംഗിയായിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അരൾ വായ്മൊഴി എന്നുള്ളൊരു സ്ഥലമെത്തി. അവിടെ അങ്ങോട്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും പോകുന്നിടത്തൊക്കെ ഒരേ വ്യൂ ആയിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഇടയ്ക്ക് മലകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ വെയിൽ കാണുമ്പോൾ വിചാരിക്കും ഉച്ചയാണ് 2 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന്. ബട്ട് ഗൈസ് 11:30 ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ അന്നേക്ക് കുറച്ച് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ റീൽസും പാട്ടൊക്കെ കേട്ടങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് തിണ്ടിവനമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ലൊരു മഴ പെയ്തിട്ടാണ്. ഞങ്ങൾ തിണ്ടിവനം എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ബസ് കയറി പോണ്ടിച്ചേരി പോകണം. അങ്ങനെ ഞങ്ങൾ പുതുശ്ശേരി എത്തി. ഇനി ഞങ്ങളുടെ സ്റ്റേ ഒക്കെ ഒന്ന് റെഡിയാക്കണം. അങ്ങനെ റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ.